ഈ ഭാര്യമാരുടെ മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണും. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അതിങ്ങനെയുള്ള കാര്യങ്ങളാ. അതിലൂടെ സത്യത്തിൽ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? എന്താ? തൻ്റെ ഭർത്താവ് എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അല്ല, തൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് തനിക്ക് തോന്നാറുണ്ടോ? അതെ, മിണ്ടാന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് പിന്നെ നവീൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതങ്ങ് തുറന്നു പറയും. എന്തായാലും ഈ ആഗ്രഹം ഇന്നു മുതൽ സാധിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഏതായാലും ഇന്ന് ശാന്തി മുഹൂർത്തമൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് തനിക്ക് ഒരു പരാതി ഉണ്ടാവില്ല. എന്തിനെ പറ്റി? ഞാൻ അടുത്തില്ല എന്നതിനെ പറ്റി. കാരണം ഞാൻ തൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ല. അയ്യോ, അതൊന്നും വേണ്ട. അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസമായെന്ന് അറിയാമോ? നാഗങ്ങളും ദൈവങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് ഇത്രയും സമയമായി. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അയ്യോ നവീൻ, ഇങ്ങ് തന്നോളൂ, ഞാൻ വെച്ചോളാം. ഭർത്താവ് സാരിയുടെ പ്ലേറ്റ് പിടിച്ചു തരുന്നത് ഭാര്യയുടെ ഒരു ആഗ്രഹവും സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരുങ്ങി നിൽക്കുന്ന ഭാര്യയുടെ മുടിയിൽ മുല്ലപ്പൂ വയ്ക്കുന്നത് ഭർത്താവിൻ്റെ അവകാശം. ഞാൻ വെച്ചുതരാം. വേദനിക്കുന്നുണ്ടോ? ഇല്ല. ഞാനിതൊക്കെ നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് വേദന ഉണ്ടെങ്കിലും അതങ്ങ് സഹിച്ചേക്ക്. എന്ത് ഭംഗിയപ്പോ കാണാൻ. ഈ പെണ്ണുങ്ങൾ മുല്ലപ്പൂ മുല്ലപ്പൂ എന്ന് പറഞ്ഞ് ഇടിച്ചു കയറുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തനിക്കൊന്നൊരു മാറ്റം ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല. ഇനി എന്നും നമുക്ക് മുല്ലപ്പൂ വെക്കണം. പിന്നെ എന്നെ ഓർമ്മിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഓർത്ത് വാങ്ങിച്ചു വന്നോളാം കേട്ടോ. എന്തുപറ്റി കണ്ണു നിറഞ്ഞിരിക്കുന്നു? പിന്നെ ഇങ്ങനെ സ്നേഹിച്ച കരച്ചിൽ വരാതിരിക്കോ? ഓ, അതാണോ? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ തനിക്ക് കരയാൻ മാത്രമേ സമയം കാണുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് തന്നെ.